ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവിൽ ജാസ്മിൻ വന്നിട്ട് സിബിനെടുക്കുന്ന സംസാരിക്കുകയാണ്. അതായത് കാരണം ഇതാണ്, സിബിൻ ആകെ വിഷമത്തിലാണ്, ബിഗ് ബോസിൽ നിന്ന് പോകണമെന്ന് പറയുന്നു, മാനസികമായി തളർന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ കുറേ സിബിൻ ഇങ്ങനെ മാറിയിരുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ വരികയാണ്. വന്നിട്ടിങ്ങനെ ഞാൻ കാരണമാണോ സിബിന് പ്രശ്നം ഉണ്ടായത് ആണെങ്കിൽ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം സിബിനും സോറി പറയുന്നുണ്ട്. സിബിൻ പറയുന്നുണ്ട്, നീ കാരണമല്ല, എനിക്ക് ഇതിട്ട് പറ്റുന്നില്ല, എനിക്ക് ഹൗസിൽ നിന്ന് പോകണം, എനിക്ക് മടുത്തു എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. അപ്പം ജാസ്മിൻ പറയുന്നുണ്ട്, നീ നല്ലൊരു പ്ലെയറാണ്, നീ നിൽക്കണം, ആ രീതിയിൽ പറയുന്നുണ്ട്. സിബിന് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ജാസ്മിൻ്റെ നെഗറ്റീവ് ഉള്ള ജാസ്മിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളുമുണ്ട്, പോസിറ്റീവ് വശങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്, ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ സിബിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്, പോസിറ്റീവ് കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ സിബിനെ ഫുൾ സപ്പോർട്ട് ചെയ്ത ആളുകളും ഉണ്ട്. ഏത് കാര്യത്തിനായാലും ഒരു മത്സരാർത്ഥി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം കാറ്റഗറി വൈസിലുള്ള പ്രേക്ഷകരാണ് കൂടുതൽ. അപ്പം സിബിനെ ഈ ഒരു 2 എപ്പിസോഡിൽ തരം താഴ്ത്തിയ രീതിയിൽ സിബിന് ഫീൽ ചെയ്തു. അത് മാനസികമായിട്ട് സിബിനെ തളർത്തി. അതുകൊണ്ടാണ് സിബിൻ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിരുന്നത്. കാരണം സിബിൻ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു ഏത് കാര്യത്തിനും. പവർ ടീമിലൊക്കെ സിബിൻ വന്ന ശേഷമാണ് നല്ല ആക്റ്റീവായത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സിബിനെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ എപ്പിസോഡ് കണ്ട കാര്യങ്ങളായിരിക്കില്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്ന് കാണുമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ സിബിനെ ഇങ്ങനെ ഇരുന്നു. എന്തായാലും സിബിൻ ഗെയിമിലേക്ക് തിരികെ വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇത് ജാസ്മിൻ്റെ ഒരു ഗെയിമാണോ ഇനിയിപ്പം ഈ ഒരു സോറി പറച്ചിൽ നിന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതൊരു ഗെയിമല്ലേ. അപ്പോൾ എന്തായാലും ഗെയിമിലൂടെ മാത്രമേ ഒരു ആൾ പോയി കഴിഞ്ഞാൽ ആ ഒരു മത്സരാർത്ഥിക്ക് ആ ഒരു എതിരാളി കുറയുമല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ